അതായത് നമ്മൾ ജനിച്ച മതത്തിൽ തന്നെ തുടരുക, മറ്റൊരു മതത്തിലേക്ക് മാറേണ്ട ആവശ്യമില്ല. നമ്മൾ സർവവേദ സത്യവാദം എന്നുള്ള ആശയമാണ് ഞാൻ ഉയർത്തുന്ന ആശയത്തിൻ്റെ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ കാതലെന്ന് പറയാം. നമ്മളെല്ലാ വേദങ്ങളും സത്യമാണ്, എല്ലാ പ്രവാചകന്മാരും ഗുരുക്കന്മാരും സത്യമാണ് എന്നുള്ളത്. പക്ഷേ മതം സ്ഥാപനവൽക്കരിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടേത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പറയേണ്ടത് ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകതയൊന്നുമില്ലല്ലോ. അധ്യായം 55 അർ-റഹ്മാൻ. മൺകുടം പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം അധ്യായം 2. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. മനുസ്മൃതിയുടെ 1-ാം അധ്യായം 31-ാം ശ്ലോകത്തിലെ അർത്ഥം. ലോകം വർദ്ധിക്കുന്നതിനായി ബ്രഹ്മാവ് തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. മുഖം ബ്രാഹ്മണൻ, പുരോഹിതൻ, പണ്ഡിതൻ. കൈകൾ ക്ഷത്രിയൻ, രാജാവ്, യോദ്ധാവ്. തുട വൈശ്യൻ, വ്യാപാരി. കാലുകൾ ശൂദ്രൻ, സേവകൻ. ഈ സൃഷ്ടിയിലൂടെ സമൂഹത്തിൽ വിവിധ ജോലികൾ ചെയ്യുന്നവർ ഉണ്ടാകുകയും സമൂഹം സമഗ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. 32-ാം ശ്ലോകത്തിലെ അർത്ഥം. ഈ ശ്ലോകം പുരുഷസൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത്. ബ്രഹ്മാവ് തന്റെ ശരീരത്തെ 2ആയി പകുത്തു. ഒരു ഭാഗം പുരുഷനായും മറ്റൊന്ന് സ്ത്രീയായും മാറി. പിന്നീട് ഈ പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേർന്ന് വിരാട് പുരുഷനെ സൃഷ്ടിച്ചു. പലപ്പോഴും അവരുടെ പ്രതികരണം അജ്ഞതയിൽ നിന്നാണ്, തങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ്. ആ അജ്ഞതയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്.